ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും സ്വാഗതം. എല്ലാവർക്കും വനിതാ ദിനത്തിന്റെ ആശംസകൾ ആദ്യം തന്നെ നൽകുന്നു. ഇന്ന് മാർച്ച് 8 നമ്മൾ അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ടാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. നമ്മൾ 51ാം വർഷത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഈ വർഷത്തെ വനിതാ ദിനത്തിന്റെ സ്ലോഗൻ ഗീവ് ടു ഗെയിൻ എന്നാണ്. നമ്മുടെ സമൂഹത്തിലെ വനിതകൾക്ക് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനുള്ള റിട്ടേൺ വളരെ വലുതായിരിക്കും. നമുക്ക് ഈ സ്പേസ് ഇവിടെ ഇടം കിട്ടിയിരിക്കുന്നത്, വനിതാ ഇടം കിട്ടിയിരിക്കുന്നത് വനിതാ വികസന ഫണ്ട്, നമ്മുടെ ബ്ലോക്കിന്റെ വനിതാ വികസന ഫണ്ട് എടുത്ത് ആണ് മുൻ ബ്ലോക്ക് മെമ്പർ ശ്രീമതി സീലിയ മിനിയുടെ പ്രയത്നം കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലും വളരെയധികം ഫണ്ട് വനിതാ വികസനത്തിന് വരുന്നുണ്ട്. ആ ഫണ്ട് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വിനിയോഗിച്ച് ഇതുപോലെയുള്ള വനിതാ ഇടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ വനിതാ ദിനത്തിൽ ആശംസിക്കുന്നു. നമ്മുടെ ഈ വാർഡിലെ ആദ്യത്തെ ഉദ്ഘാടന ചടങ്ങും അതുപോലെ തന്നെ ഈ വനിതാ ദിനം വളരെ ആഘോഷമാക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച വാർഡ് മെമ്പറും അതുപോലെ ഈ യോഗത്തിന്റെ അധ്യക്ഷയും ഈ വാർഡിലെ മെമ്പറുമായ ശ്രീമതി സോഫിയ ജിജോയെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അംഗൻവാടിക്ക് ഒരു ശുദ്ധജലം ലഭിക്കേണ്ടത് വളരെ അനിവാര്യമാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ ആവശ്യം മനസ്സിലാക്കി നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ റോഷി എം ജോൺ അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തുകയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീ സിജോ കല്ലുകാരൻ അതിന് ഫണ്ട് നൽകുകയും ചെയ്തു. അങ്ങനെ നമുക്ക് അംഗനവാടിയിലേക്ക് ഒരു ശുദ്ധജല അതായത് പ്യൂരിഫൈ നൽകാൻ സാധിച്ചു. അതിന് ബഹുമാനപ്പെട്ട ശ്രീ റോജി എം ജോണിന് ഈ നമ്മുടെ ഈ വനിതാ ദിനത്തിൽ എല്ലാവരുടെയും പേരിലുള്ള ബഹുമാനത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ വാർഡിലെ നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും എത്തിച്ചേരുകയും വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകുകയും ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MP മാർട്ടിനെ ഈ യോഗത്തിലേക്ക് വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സൺറൈസ് അക്കാദമിയിലെ പ്രിൻസിപ്പൽ ശ്രീ മേരി ജോസിനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അടുത്ത പ്രദേശത്തുള്ള എല്ലാ സഹോദരിമാരെയും ഈ ലോകത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഈ യോഗം അധികം നീട്ടിക്കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഡോക്ടറുടെ ക്ലാസ്സാണ് ഇന്നത്തെ സുപ്രധാനമായിട്ടുള്ള ഐറ്റം. അതുകൊണ്ട് ആദ്യമേ തന്നെ എല്ലാവർക്കും ഈ വനിതാ ദിനത്തിന്റെ മംഗളങ്ങൾ നേരുകയാണ്. ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാനായിട്ട് നമ്മുടെ എടുത്ത വാർഡിലെ പ്രിയപ്പെട്ട സോഫിയയും പഞ്ചായത്ത് ഭരണസമിതിയെയും ഒക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അംഗൻവാടി ടീച്ചർ ഉൾപ്പെടെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. സ്ത്രീകള് സമൂഹത്തില് ഏത് മേഖലയിലും കടന്നു വരാനും തങ്ങളുടേതായിട്ടുള്ള സാന്നിധ്യം അറിയിക്കാനും നേതൃസ്ഥാനത്ത് നിങ്ങൾ അലങ്കരിക്കാനും ഒക്കെ പ്രാപ്തരാണ് എന്ന് നമുക്ക് ലോകം തെളിയിച്ചിട്ടുള്ളതാണ്. നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ അത്തരത്തില് നമ്മളെ സ്ത്രീകൾ അവര് വീടുകളിൽ ഒതുങ്ങിക്കൂടാനുള്ളവരല്ല, അവര് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരേണ്ടവരാണ് എന്ന ഒരു ബോധ്യം അത് എല്ലാവർക്കും അറിയാം. സ്ത്രീകൾക്ക് മാത്രമല്ല, ആ ബോധ്യം പുരുഷന്മാർക്കും ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകുമ്പോഴാണ് സ്ത്രീകൾക്ക് വളരെ ധൈര്യത്തോടുകൂടി മുന്നോട്ട് കടന്നു വരാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തില് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഈ വനിതാ ദിനത്തിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. എന്തായാലും ഈ അംഗനവാടി വളരെ മനോഹരമായിരിക്കുന്നു. ഇതിന്റെ ആദ്യഘട്ടം താഴെ അംഗനവാടിയെ വെള്ളപ്പെട്ട് ഉപയോഗിച്ച് പണിതാണ്.
എന്തായാലും അതിനുശേഷം ഇവിടെ ഇത്രയും സൗകര്യങ്ങളൊക്കെയായി വളരെ ഭംഗിയായി ഇതിനെ മുന്നോട്ട് പരിപാലിച്ച് ജിം ഉൾപ്പെടെ വളരെ ഭംഗിയായി ഇതിനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞാൻ പഞ്ചായത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വാർഡ് മെമ്പർ കുറച്ച് ദിവസമായിട്ട് എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല. നമുക്കങ്ങനെ പ്യൂരിഫയർ ഒന്നും MLA ഫണ്ടിൽ നിന്നും കൊടുക്കാൻ അനുമതിയില്ല, കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ പ്യൂരിഫയർ കൊടുക്കാൻ ബിൽഡിംഗ് പണിയാണ് വന്ന് ഇതിലൂടെ ഒരു കിണറ കണ്ടായിരുന്നു അല്ലെ, പണ്ട് ഇവിടെ ഒരു കല്ലെടുത്ത പാറങ്ങനത്തൊരു കിണറൊക്കെ കുഴിയായിരുന്നു. അപ്പോ ഇവിടെ വലിയൊരു തുക ചെലവഴിക്കേണ്ടി വന്നു. അവിടെ കുഴിയിൽ നിന്നും ഇത് കെട്ടിപ്പൊക്കി എടുത്തിട്ട് വേണമായിരുന്നു ഇവിടെ അംഗനവാടി പണിയാനായിട്ട്. അപ്പൊ അതിന് ലക്ഷക്കണക്കിന് രൂപ എന്ന് ഞാൻ കഴിഞ്ഞ ടൈമിൽ വിലയിരുന്നപ്പോൾ കൊടുത്ത് ആടി അംഗനവാടി പണിതത് നല്ല തുക അന്ന് ചെലവായിട്ടുണ്ട്. അതിന്റെ 10-20 ലക്ഷം രൂപ അന്ന് ചെലവായിട്ടുണ്ട്. അപ്പോ പക്ഷെ ആ 20 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം, MLA ഫണ്ടിന് കൊടുക്കുന്നത് തടസ്സമില്ല. പക്ഷെ പ്യൂരിഫയറിന് ഒരു 10,000 രൂപ 5,000 കൊടുക്കാൻ നമുക്ക് അനുമതിയില്ല, സാധിക്കില്ല. മെമ്പർ എനിക്ക് സ്വസ്ഥത അവസാനം ഞാൻ 1-2 പേരോട് സംസാരിച്ചു. അവരെ കുറച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആരോടെങ്കിലും സ്പോൺസർ ചെയ്യാനായിട്ട് പറയാൻ നോക്കാം. ഞാൻ 100 രൂപയാകും, 10,000 രൂപയാകുന്നുള്ളൂ. അപ്പൊ ഞാൻ 1-2 പേരോടൊക്കെ സംസാരിച്ച് 10,000 രൂപ സംഘടിപ്പിച്ചു. 10,000 രൂപ സംഘടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞു 10,000 നിൽക്കില്ല, കുറച്ചുകൂടി വേണമെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു മെമ്പറോട് പറഞ്ഞു മെമ്പർ തന്നെ ആരോടും ചോദിക്കുക, എന്നിട്ട് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും മെമ്പർ അവിടെ വിട്ടില്ല, വേറൊരാളെ കണ്ടുപിടിച്ച് അതിന്റെ ബാക്കി തുകയും കൂടി മെമ്പർ തന്നെ സിജുവായിട്ട് സംസാരിച്ച് കണ്ടെത്തി. അപ്പോ ഈ പ്യൂരിഫയർ ഇവിടെ ഇന്ന് യാഥാർത്ഥ്യമായത്. അപ്പോ ഞാൻ പ്രത്യേകമായി സൂര്യ മെമ്പറെ അതിനെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വന്ന വഴിക്ക് പറയുകയായിരുന്നു, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മെമ്പറാണ്. ജിൽ വന്നുള്ളതൊക്കെയായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള വനിതകളാണ് നമുക്ക് നമ്മുടെ നാടിന് ആവശ്യം. അപ്പോ കൂടുതലും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. വനിതാ ദിനത്തിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. എനിക്ക് നമസ്കാരം. പ്രിയപ്പെട്ട നമ്മുടെ MLA ശ്രീ റോജി എം ജോൺ, പഞ്ചായത്ത് മെമ്പർ സോഫിയ ലിജോ, അതേപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലോണി ചേച്ചി, ശ്രീമതി ബിജി ബാബു, ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരികളെ, സുഹൃത്തുക്കളെ, ഒരു വാക്ക് പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ മെമ്പർ നല്ല മെമ്പറാട്ടോ, ഇത്രയും ആത്മാർത്ഥത, ഒരു കാര്യം പറയാൻ പേടിയാവുന്നു. കാരണം സോഫിയയോട് റോഡ് പദ്ധതി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ റോഡ് എവിടെയാന്ന് ചോദിക്കാം. പദ്ധതി ഉണ്ടാക്കി കൊടുത്ത് DPC അംഗീകാരം കഴിഞ്ഞ് കൈകാര്യം ചെയ്യണം. അപ്പൊ അത്രയ്ക്ക് ചടുലതയാണ്, അത് സിൻസിയറിറ്റിയുടെ ഭാഗം, ആത്മാർത്ഥതയുടെ ഭാഗം. എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ സോഫിയ. ഞാൻ വളരെ ചില സമയത്ത് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ സോഫിയയെ വളരെ അഭിനന്ദിക്കുകയാണ്. കാരണം വളരെ കൃത്യമാണ്, ആർക്കും ചോദിച്ചു വാങ്ങാൻ പറ്റില്ല. അങ്ങനെ ചോദിച്ചു വാങ്ങി കൊണ്ടുവരാനും ഇങ്ങനെ ഒരു വനിതാ ദിനം പറഞ്ഞ് കൃത്യമായിട്ട് ആ വനിതാ ദിനം ആഘോഷിക്കാൻ കണ്ണേറ്റം കാണിച്ചു. അപ്പൊ അതിനൊക്കെ നല്ല മനസ്സിലായതുകൊണ്ടാണ് ചിന്തിച്ച്. അതുകൊണ്ട് ഞാൻ സോഫിയയെ അഭിനന്ദിക്കുന്നു. നല്ല ഭംഗിയായിട്ട് വാർഡ് കൊണ്ടുവരണം. ഞങ്ങളുടെ കൂടി ഹോം വാർഡാണ്, കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ വാർഡാണ്. അപ്പൊ അതുകൊണ്ട് ഈ വാർഡില് ഒരു പോരായ്മയും വരില്ല എന്ന് സോഫിയയുടെ പ്രവർത്തനത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വനിതാ ദിന ആശംസകൾ ഞാൻ എല്ലാവർക്കും നേരുന്നു. നാളെ പഞ്ചായത്തിന്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. അത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പ്രവർത്തകർ, പഞ്ചായത്തിന്റെ പ്രവർത്തകർ, അതേപോലെ നല്ല വനിതകളെല്ലാവരും വന്ന് പങ്കെടുക്കുന്ന ഒരു യോഗമാണ്, വനിതാ ദിന യോഗമാണ്. അതിനുകൂടി നിങ്ങൾക്ക് കഴിയുന്നവർക്ക്, വേറെ ദോഷങ്ങളൊന്നുമില്ലെങ്കിൽ, ജോലി തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ അതിൽ പങ്കെടുക്കണമെന്ന് കൂടി ഒരു അഭ്യർത്ഥന വെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷനും ഉദ്ഘാടകരും ഒക്കെ പോയി കഴിഞ്ഞു. എന്നാലും പ്രിയപ്പെട്ട വാർഡ് മെമ്പർ സോഫി, ആന്റണി തോമസ്, ബിജി ബാബു, ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ക്ലാസ് എടുക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ സ്നേഹം നിറഞ്ഞ സഹോദരികളെ, ഈ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ തൊള്ളൂർ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വനിതാ മെമ്പർ കൂടിയായ സോഫിയ ഈ ദിവസത്തെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് കുറച്ച് ദിവസങ്ങളായി പറയുന്നു. അതിന്റെ പിന്നാലെയുള്ള ഓട്ടമായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തിൽ ഒരു തരി പോലും അതിശയോക്തിയില്ല. അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ ഞങ്ങളുടെ
കൂട്ടത്തിലെ ഒരു യങ് മെമ്പറാണ് എങ്കിൽ പോലും കുറെ പ്രവൃത്തി പരിചയവും പാരമ്പര്യമുള്ള ഒരു മെമ്പർ പ്രവർത്തിക്കുന്നതിനപ്പുറം